അന്തരീക്ഷത്തിലും ലോകത്തെങ്ങുമുള്ള ദുഷ്ടാത്മ സേനകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എത്തുകൊണ്ടാണ് അടയാളത്തിനായിട്ടും മൃതശരീരത്തിൽ തൈലമുടിയത്. പറക്കുമോർ തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും ഈ സഹോദരനെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവനെ അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം വായുമണ്ഡലത്തിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന സകല പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. പാറക്കുമോ ഇപ്പോൾ അടയാളത്തിനായിട്ട് ഈ ശരീരം മണ്ണുകൊണ്ട് മനഞ്ഞതാണെന്നും മണ്ണിലേക്ക് തിരികെ ചേരുന്നു എന്നുള്ള കർത്തൃകൽപ്പന പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം മൃതശരീരത്തിന്മേൽ അച്ഛൻ മണ്ണ് ഇടുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും എന്നരുളി ചെയ്ത പ്രകാരം കർത്താവേ, തിരുവിഷ്ടം ഇതാ ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. പാറക്കുമോ ഫ്യൂണറൽ ഹോമിൽ വെച്ചുള്ള ശുശ്രൂഷകൾ. With this, all the services that have to be completed within the funeral home are over. Now we are going to the cemetery. I'm sure all of you have the address, and please move there as per directions given outside. Please
making sure that all our cars are going at one straight line, and we reach there together. And once we reach there, please make sure that we all come to the place where we are going to do the final resting of Rajendra. So you may kindly go out. Please do that in a very respectable manner, in a very honorably manner. Thank you. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതി. കബറിൽ പൂകിടമതിലീര് തന്നധികാരം ചെയ്യും. വിസ്മയമാശ്ചര്യം കൂറും ദൂതൻ നാട്ടേരും. ചിതറിയൊരല്ലഹിലം നേടും തേജസാത്മാ കൂടുതലും നാശം കൂടാതുയരേൽക്കും സ്തുത്യൻ. മാതാമറിയാം തൻ സോദരനാകും ലോകോ സാചിഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ചു നീചൻ. സപ്പോയായിരോസുത ജീവിച്ചാൽ മൃതരാജ്യത്തിൽ ജീവിക്കും. നിന്നാഹ്വാനത്താൽ പ്രതിസംഖ്യേതേ മൺമയനാമാതാമോടായി നിയമം തള്ളിയ മൺമയനെ ഖേദിക്കേണ്ട നീ ഹൃദയം. ജീവനുമേകിടും ദേവസുതൻ ഞാനെന്നോ ബഹുബലവാനാം സ്വർഗീയൻ സുത്യൻ ജാതു. യത്തുടുപുവനത്തെ മരണനുഖത്തിൽ ബന്ധിച്ചൊരു വിജ്ഞൻ സൃഷ്ടാവുന്നതരായി മേവും നൃപരെ. പദവികളിൽ നിന്നും ഭീകരരാകും വിധികർത്താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പാവനതനുവോടു ഇരുരുതിരവുമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടുമീ ധൂപത്താൽ പുണ്യം ജീവ ദേവികമാം വലഭാഗ തവനില കൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ.
അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ശരണം നൽകാം സകല പരേതർക്കും. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. സ്വീകരണം ഞാൻ നേടാൻ ഒഴേതിന്നെ ദുഷ്ടനെ ശിഷ്ടനെയും കൊണ്ടിഹ പോകും. മൃതിവച്ചോൻ ധന്യൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കാൻ നിൻപരവധി കൂടോ. കൃത്യങ്ങൾ ചിന്തിച്ചഞ്ചുന്നേൻ സ്വീകൃതനാവാൻ എൻ പേർ കർത്തിപ്പി. ശ്ലോമോ നൽകിടുവേൻ ഓർക്കിൻ പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ. കഷ്ടം സാത്താനേ കഷ്ടം നിങ്ങളുടെ ഭരണം മഷിഹാമായിക്കും. നിങ്ങളുടെയോനാഗതനായിടും മൃതനേൽക്കും സ്തുതിഗീതം പാടും. ശുഭമോട് പോവിൻ വാതിലടച്ചിടുവിൻ കർത്താവ് വരും വാതിൽ തുറന്നു തരും. മരണമായ സൃഷ്ടാവിൻ തൊഴിയാൽ മൃതനേൽക്കും സ്തുതിഗീതം പാടും. കോപകളാർക്കും ശ്രാപ്പികൾ കുടിലൂതും വെറുതെ സാധൻ അവകാശി വരിക. നമ്മുടെ ജീവൻ എഴുന്നള്ളുന്നൂരാ. സ്ലീബായെ നമ്പിയതാവാത്മം നിൻവരവിങ്കൽ നിൻ കൃപ കാണണമേ. ആശകനെ പ്രാണപ്രദദേവ വന്ദനമീശോ രക്ഷാദായകനെ. ആധാവിധിയിൽ നീ കൃപ ചെയ്തിടുവാൻ നിന്നെ നമിക്കും ആത്മശരീരങ്ങൾ. അവസാന നീങ്ങിയ നിന്നൗക ആനന്ദത്തെ ദുർമഹമാർന്നോ. നിന്മയേറ്റവും നിന്നാദത്താൽ ഞാൻ ഉണവോട് ഉയർപ്പിൽ സ്തുതി പാടിയിടേണം. അവസാനം നരണം ചെയ്തിടുവാൻ കർത്തൃശ്രീപാലമതാകട്ടെ. ജീവനിനാദം കേൾക്കും മൃതലോകം കല്ലറകളിൽ നിന്നുയരും സ്തുതിഗീതം. കൃപ ചെയ്യണമേ നിൻ കൃപയാണെന്ന് ഞാൻ കാണണമേ നിൻ കൃപ നിൻ പരവിൽ. അഭിനവ സൂര്യൻ കതിരൊളി വിതറിയിടും പ്രാണപ്രദനെ മൃതനിവഹം വാഴ്ത്തും. സഭയും സ്തുതിഗീതത്തോടെ തുടങ്ങിടും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാരണത്തിനായി വരുവാനിരിക്കുന്നതുമായ ദൈവമായ കർത്താവേ, തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് ബന്ധനത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ പാപികളുമാവുന്ന ഞങ്ങൾ നിന്നെ സ്തുതിച്ചു പറയുന്നു. ഭൂമിയിൽ സമാധാനം നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദത്തിലേക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ ദൈവമായ കർത്താവേ, നിന്റെ യേശുമിശിഹായ പുത്രനായ ദൈവമായ കർത്താവേ, വിശുദ്ധരോടെ തന്നെ നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പുത്രനും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും മനുഷ്യനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചവനുമായ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നവനെ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഉള്ളവനുമാകുന്നു കാലമൊക്കെയിലും നേരമൊക്കെയിലും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ട് നിന്നുള്ളവാന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. വാഴ്ത്തപ്പെട്ടവനാവുന്നതിന് യോഗ്യമാവുന്നു ഭക്തനക്ക് യുക്തമാവുന്നു. സകലത്തിന്റെ ദൈവത്തിന്റെ പിതാവുമായവനെ നിനക്കും ഏകോത്രനും ജീവനുള്ള വിശ്വരൂഹായിക്കും പുകഴ്ച ചേർച്ചാന്ന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമീൻ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങളേറ്റ് പറയുന്നു, ഞങ്ങളുടെ മേൽ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മരണമായി പെടുവാനായിട്ട് സ്നേഹത്തിന്റെ അടുക്കൽ ഞങ്ങളുടെ മക്കളിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, ബഹുമാനപ്പെട്ട പട്ടക്കാരുടെ പ്രാർത്ഥനയെ നാം ഏറ്റുചൊല്ലണം. പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സർവ്വലോക
ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ള മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മാതൃകയോടെ വരുവാനിരിക്കുന്നവനും അവസാനമില്ലാത്തവനുമായ യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവ് പാപമോചനത്തിനും മാമോദീസ ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, അവിടുത്തെ കൃപയാലും മഹാകരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടുകൂടി കർത്താവുടെ ശരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ പിതാവിന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടെ ക്രിസ്ത്യാനിക്കുചിതമായ നിലയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന മശിഹായുടെ പ്രത്യനെ ദൈവം തന്നെ നിർമ്മലമായ തൃക്കരകൾ അംഗീകരിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോടെ പ്രാർത്ഥിക്കാം. കർത്താവ് ഇവനെ സന്തോഷപൂർവ്വമായ സ്ഥാനം നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവിന് നൽകുമാറാകട്ടെ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവിടാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയത്താൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതുമായ വാഗ്ദാനം കർത്താവിന് ആവർത്തിക്കട്ടെ. കർത്താവിന്റെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണ്ണമായി ഈ ലോകത്തിൽ വെച്ച് ചെയ്തുകൊണ്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവം നമ്മുടെ മായ്ച്ചു കളയുന്ന മഹാകരുണയാണ്. ഇവയോർക്കാതെ ഇരിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാർ കരുണ ചെയ്യുന്നതായ സമയത്ത് ഇവരും കരുണ ചെയ്യുവാനാകട്ടെ. കൃപാലുവായ തന്നെ കോപിച്ച ദുഷ്ടന്മാരോട് ദൈവം പ്രതിഫലം ചെയ്യുന്നതായ സമയത്ത് കരുണയാവശ്യമായി വരുന്ന ആ ദിവസം ദൈവം ഇവനും കരുണ ചെയ്യട്ടെ. ദൈവം തൻ്റെ വിശുദ്ധന്മാരുടെയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ ഈ മകനെ ആശ്വസിപ്പിക്കട്ടെ. ദരിദ്രനായ ലാസനോടുകൂടി ഇവനെയും ദൈവം ആനന്ദിപ്പിക്കട്ടെ. കാരുണ്യമാകുന്ന നല്ലകൊണ്ട് തങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോകാതെ സൂക്ഷിച്ച ബുദ്ധിമതികളായ 5 കന്യകമാരോടൊപ്പം ദൈവം ഇവനെ ആനന്ദിപ്പിക്കട്ടെ. തങ്ങളുടെ അടുക്കൽ നിന്നുള്ളതായ ഈ പിതാവിൻ്റെ ലഭിച്ചും ഇവിടെ അവശേഷിക്കുന്ന മക്കൾക്ക് മഷിയാ തമ്പുരാൻ കരുണയോടെ ആശ്വസിപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തട്ടെ. കർത്താവ് അവരുടെ മുഖത്ത് നിന്നും കണ്ണുനീര് ഹൃദയത്തിൽ നിന്ന് നീട്ടുന്ന വേദനയെ നീക്കി കളഞ്ഞവരിൽ സത്യമുദ്ര പതിപ്പിക്കുമാറാകട്ടെ. ദാസന്റെ സഹോദരിയുടെ സംഘടന സഹോദരന്റെ പോലും സന്തോഷിപ്പിച്ചവരായ ദൈവം ഇവന്റെ വേർപാടും ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ചു കൊള്ളട്ടെ. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവീൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവീൻ. മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവീൻ. മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപ ഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മശിഹ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണമായ തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചു കൊള്ളുവീനെന്ന് അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെയും തന്റെ ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന മശിഹായുടെ ഈ ദാസന്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കുമാറാകട്ടെ. കർത്താവ് ഇവനെ തന്റെ വലത്തു ഭാഗത്ത് വിളിച്ച് നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിനു മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവന്റെ വാസവും ആശ്വാസത്തിനായുള്ള ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസനും ആരാധകനുമാകുന്ന ഇവനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ.
നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിലും ചെറിയപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട രാജനങ്ങൾ, അതിനായ ഷിബു അച്ഛൻ, ജോർജ് അച്ഛൻ, ദുഃഖത്തിലും വിലാപത്തിലുമായിരിക്കുന്ന മോളി ആൻറ്റി, ജഗനും കുടുംബവും, ജൂബിയും കുടുംബവും, ബാബുങ്കളും കുടുംബവും, അതുപോലെ വലിയ അങ്കിളും ദേവകുട്സാനും പിന്നെ കുടുംബാംഗങ്ങളായിട്ട് വന്നിട്ടുള്ള എല്ലാവരും കരുണയോടെ ഇന്ന് ഈ ശവസംസ്കാരത്തിന് ഇവിടെ വന്നെത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് ഈ സമയത്ത് എൻ്റെ ലക്ഷ്യം. അനേകം ആളുകളെ ഈ സമയത്ത് ഈ കുടുംബത്തിന് വേണ്ടി നന്ദിയോടെ ഓർക്കാനുണ്ട്. ആദ്യമായിട്ട് രാജനങ്ങളുടെ അസുഖമാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ രാജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തരോടുമുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലെ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. രണ്ടാമത്, രാജനങ്ങൾ അത്യാസന്ന നിലയിലേക്ക് ആവുന്നു എന്ന് പറഞ്ഞപ്പോൾ ആശുപത്രിയിൽ വരികയും ആശുപത്രിയിൽ ഈ കുടുംബത്തോട് ചേർന്ന് നിന്ന് അവർക്ക് ആവശ്യമായിരിക്കുന്ന സപ്പോർട്ടും ധൈര്യവും കൊടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. I want at this time specially thank all those who were coming and participating and consoling Jagan from his work. You were really kind, and may the good Lord stretch his right hand and give you the reward 30, a 60 and a 100-fold for the kindness that you have shown. So also from the workplace of Gina, and I want to thank all our parish members and friends who have contributed and participated in the events after Rajanangal has said adieu to the world. Many have brought food, many have contributed in kind and in kindness. All of them who participated in that benevolent act, may the good God stretch his right hand and bless you 100-fold. At this time, I also want to thank the funeral home. Without your help, this beautiful service would not have been possible. And so also the authorities and those who have contributed and participated and helped us at this final resting of our beloved Rajan uncle. We thank you for all your kindness. How do we know that the life of a person was meaningful and was pleasing in front of God? We know it only when we see how the person passes and how the person receives a funeral. This beloved Son of God has lived his life with convictions. His family has said that, his friends have said that, and I want to affirm that he lived a life of conviction. Whatever he thought that is right, he stood for that till his last breath. That is something we call forthrightness. And because of that very reason, this Son of God has received a worthy, a decent, and extremely God-blessed funeral. Everyone who had to come have been able to come. They were able to say thank you and goodbye to him. That is where we see the blessing of God. Achan was able to come with a notice of just 4 hours. Jubi and Rinesh have been able to come. The children have been able to come. And all the relatives from New York and places, the farthest that friends have come from is from California. All the family members who have come from New York and from Michigan, I want to say thank you to you. 2 more things I need to say. Babu uncle and Andy, I know what is going through your heart. The moment that you came, things have started falling
the other way around. However, God called both of you for a purpose. And the purpose is to stand firm at this time for these children. And you have done that. And I wish and I pray that you carry on that great commission from God. Number 2, Jagan, Molly Andy, Juby, Gina and Rinesh. Rajan uncle is now leaving with a commandment to you, each one of you. And that is, keep the legacy that this father has started on the face of the earth. Whatever he stood right for, you stand right. Whatever he found abominable, you make sure that is abominable. And whatever he found great and benevolent, make sure that it is done. That is the legacy of your family. And now you are the ones to keep that. May the love he showed to you, may that be cherished. Know that this beloved father loved you to the last breath and carry on that love forever. Pray, say, never ever forget me. May in your life the forgetfulness of this father never come. Every day think thankfully and be thankful to this father. And at this time, it is the chance for you to pay the final homage. All the family members have been given with a red rose flower. That red rose flower is symbolically the love that you have for this father. So I ask each one of you to come and place the rose flower by the side of Rajan uncle, please. Valsalare doorathindinu nilkunne arigil varuvin shlomo taruvin prarthichiduvin sangada keertanamen പേർക്കായി പാടിടുവീ ഹൃദിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ ചെയ്യുവാൻ വന്നില്ലാരും വിളികൂട്ടും വെളിവാകും നാഥാ നിൻ ദൈവികമാം വലഭാഗി നിർത്തണമിവനെ വത്സലരേ സത്യം കഠിന ഭയത്താൽ എന്നകതാരിളകിടുന്നു ആദാം മക്കൾക്കായി വസ്ത്രമുയർത്തിൽ
If anyone else wants to, please come in the line. ഇടുന്നുണ്ടെങ്കിൽ ഇടാം. അതിൽ ആർക്കെങ്കിലും
ഷിബോച്ചൻ നമ്മളോട് ഒരു വാക്ക്. ദൈവത്തിൻ്റെ കൂടെ ഇരുന്നതിനായിട്ട് ഇവരെല്ലാം ഉണ്ടാക്കിയവനായിട്ട് ജഗൻ്റെ ഇടവും വലവും മുന്നുമായി നിന്ന് സഹോദരനെ പോലെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ചു വന്ന ഞങ്ങളുടെ ജീവിതം വെച്ചു വാക്കുകൾക്ക് അതീതമാണ് അച്ഛനുള്ള സ്നേഹം. എന്തെങ്കിലും ഔപചാരികതയുടെ എനിക്ക് ഒരു വാക്ക് കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അച്ഛനോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇടവകരെ ഓരോരുത്തരെയും ആരെയും പേരെടുത്ത് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ജഗനെ സ്വന്തം സഹോദരനെ പോലെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കായിട്ടുള്ള കൂട്ടായി എല്ലാവരും ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ നന്ദിയുടെ ഉച്ചമനങ്ങൾക്കായി സമർപ്പിക്കും. അതുപോലെ ഇവിടെ നിച്ചാറിയിൽ നിന്ന് കടന്നു വന്ന് എല്ലാവരും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവർക്കെല്ലാം സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പിതാവിൻ്റെ 2 സഹോദരിമാർ മാത്രമാണ് ഇനി ജീവനോടെ ആകത്തുള്ളത്. ഒത്തിരി വേദനകൾ അവർക്കുണ്ട്. നാട്ടിലുള്ള എല്ലാവരും അവർക്ക് വേണ്ടിയുമായി പ്രാർത്ഥിക്കണം. ഈ കുടുംബത്തെ എല്ലാവരോടും ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചുകൊണ്ട് പ്രിയ പിതാവേ, ജീവൻ്റെ തുറമുഖത്തെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ എന്നെ മറന്നിടാൻ ഇടയാകാം. വീണ്ടും ഈ പിതാവ് പറയുന്നു, ശുഭമുടെ പോവിൻ വാതിലടച്ചു കർത്താവ് വരും വാതിൽ തുറന്നു. പ്രതീക്ഷയുടെ വാതിൽ തമ്പുരാൻ തുറന്നു തരുമെന്നുള്ള പ്രത്യാശയോടെ കടന്നു പോകുന്ന പിതാവിനെ സന്തോഷത്തോടുകൂടി യാത്ര അയക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. I want to announce one last thing, and that is the bereaving family has arranged a thankfulness to each one of you, a little food for the a little refreshing food, and it is prepared. When you walk out, there is a pickup truck, a black pickup truck, and on that pickup truck there is food arranged for every one of you. So please take part in that, and if you wish to come back to the funeral home and eat there, spend some more time with the family, you are extremely welcome. And if you have to go in from here now at your home, that is also possible. So please make sure that you participate in that thankfulness food. And I also want to request that none of you may please be here and eating food. It is not allowed. Please, if you are eating it, then please sit in the car and eat, and take the trash with you. If you are eating at the funeral home, you are always welcome. Thank you. And at this time, നമ്മൾ ധൂപപ്രാർത്ഥന നടത്തി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുക. Could you please come, sir? കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യാം. മരണമടഞ്ഞൊരു ദാസരനേ, ജീവസരമുണർത്തണമേ കബറിന്റെ ധ്യാനത്തിലായി
കബറുകളുള്ളിൽ നിന്നേ അവരവരുയിരോടെ എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാടുമോ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വീടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാത്താ തന്മരുളിന് മഹത്വം മുറിയോറാകെ മേലു ആധാരേ നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ നീ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ സാഹിനെ യാക്കോബിനെയും മടിയിൽ അവരെ നീ പാർപ്പിക്കണമേ. മനുഷ്യരെ അനുകൂലമാക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരമാക്കണം ശരിയായിട്ട് മാറായണമേ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുക. ആത്മീയമായി സംസ്കാര ശുശ്രൂഷയെ ഞങ്ങൾ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വിശ്വാസമായ പലയിടത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതോ അംഗീകരിക്കപ്പെട്ടതായി തീരുമാനമാണ്. ഇമ്മീഡിയറ്റ് കുടുംബാംഗങ്ങൾ വന്ന് കൈമുത്തി വെച്ചു. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും ഈ സമയത്തും പ്രത്യേകിച്ച് ശവസംസ്കാര ശുശ്രൂഷ